ഭരണി നക്ഷത്രക്കാർ പൊതുവെ ധരണി വാഴുമെന്നാണ് പറയാറ്. അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾ ഇരിക്കുന്നിടം വാഴും, രാജ്ഞിയായി ജീവിക്കുമെന്നർത്ഥം. സ്വന്തം കാര്യം ഭംഗിയായി ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിന പ്രയത്നം ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് ഭരണി നക്ഷത്രക്കാർ. ജീവിതത്തിലുടനീളം സ്വന്തമായി അധ്വാനിക്കുന്നതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, സ്വന്തമായി അധ്വാനിച്ചു നേടുന്ന പണം കൊണ്ട് തൃപ്തിപ്പെടുവാനും നിങ്ങൾക്ക് മനസ്സുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവരായിരിക്കും ഭരണി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളായാലും പുരുഷന്മാരായാലും. മാത്രമല്ല, ഏതൊരു കാര്യമായിക്കോട്ടെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് വളരെ ഭംഗിയായി നിങ്ങൾ ചെയ്തു തീർക്കുമെന്ന് മാത്രമല്ല, നേതൃപാടവം, അതായത് ഒരു നേതൃത്വ പാടവം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഒരു സംഘത്തെ നയിക്കുവാനും ഒക്കെ എപ്പോഴും നിങ്ങൾ തൽപരരായിരിക്കും. ഇവർ ചില സമയങ്ങളിൽ പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് അലസതയൊക്കെ വരാറുണ്ട്. ഈ അലസതയും സുഖലോലുപതയും ഒക്കെ വന്നു ചേരുന്ന സമയങ്ങളിൽ അങ്ങേയറ്റത്തെ മടിയന്മാരോ മടിച്ചുകളോ ഒക്കെയായി ഭരണി നക്ഷത്രക്കാരെ കാണാനും സാധിക്കുന്നതാണ്. അതായത് മടി വരുന്ന സമയത്ത് അധ്വാനശീലം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നർത്ഥം. മാത്രമല്ല, വളരെയധികം ദുരഭിമാനികളായിട്ടുള്ള നാളാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. എവിടെയും ഒരു ദുരഭിമാനം മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. മാതാവുമായോ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന മറ്റുള്ളവരുമായോ അത്രയധികം അടുപ്പം നിങ്ങൾ വെച്ചു പുലർത്തുന്നവരായിരിക്കില്ല എന്നതാണ് കാണുന്നത്. ഇനി ഭരണി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അനിഴം, തൃക്കേട്ട, രോഹിണി, വിശാഖത്തിൻ്റെ 4-ാം പാദം, തിരുവാതിര, പൂയം എന്നീ നക്ഷത്രക്കാർ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായി യാതൊരുവിധ കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ സാമ്പത്തികപരമായ ഇടപാടുകളോ മറ്റ് മംഗളബന്ധങ്ങളോ ഒന്നും തന്നെ നടത്തുവാനായി പാടില്ല. പ്രതികൂല സ്ഥാനത്തുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അനിഴം, തൃക്കേട്ട, രോഹിണി, വിഷാദത്തിൻ്റെ 4-ാം പാദം, തിരുവാതിര, പൂയം. അനുകൂല നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഭരണി തന്നെ അനുകൂലമായിട്ടുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ പൂരം, പൂരാടം, ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂല നക്ഷത്രങ്ങളാണ്. ഏതൊരു ശുഭകാര്യമായിക്കോട്ടെ ഈ പറയുന്ന നക്ഷത്രകാര്യമായി നടത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല, മറിച്ച് ശുഭകരം മാത്രമാണ്. ഇനി ബുധനും ശനിയും പ്രതികൂലമാകാനുള്ള സാധ്യത ഭരണി നക്ഷത്രക്കാരിലുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കഷ്ടതകളോ അരിഷ്ടതകളോ ഒക്കെ വരികയാണെങ്കിൽ ബുധൻ്റെയോ ശനിയുടെയോ ദോഷകാലമായിരിക്കാം അത് എന്നുള്ളതിൽ തർക്കമില്ല. അതിനാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ യഥാക്രമം ചെയ്യുകയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണോ ബുധൻ ദോഷമായി നിൽക്കുന്ന കാലമാണെങ്കിൽ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും യഥാസമയവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രവുമല്ല, ഇനി പറയുന്ന കാര്യം എല്ലാവർക്കും സാധ്യമായിട്ടുള്ളതല്ല. സാധിക്കുന്നവർ ചെയ്തുകൊള്ളൂ, നല്ലതാണ്. സാധിക്കാത്തവർ ഞങ്ങളെ കൊണ്ടിത് സാധിക്കില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ നാളിൽ ബുധന്റെ ദോഷം വരുന്ന കാലത്ത് വജ്രാഭരണങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. വജ്രത്തിലുള്ള ചെറിയൊരു മൂക്കുത്തി ആയാലും കമ്മലായാലും ഒക്കെ മതി ധരിക്കുന്നത് വളരെ നല്ലതാണ്. സാധിക്കുന്നവർ മാത്രം ധരിച്ചാൽ മതി. അല്ലാത്തവർക്കും പൊതുവായി മോതിരമോ ഒക്കെ ധരിക്കാം. സാധിക്കുന്നവർക്ക് ധരിക്കാം. സാധിക്കാത്തവരോ ഭഗവാൻ ശ്രീകൃഷ്ണനെ യഥാസമയവും ധ്യാനിച്ചു കൊള്ളുക. ഇനി പറഞ്ഞതുപോലെ തന്നെ ശനിദോഷവും നിങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും ഒരു ദോഷ സമയം വരികയാണെങ്കിൽ ശനിയാണോ അപഹരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ശനിദോഷ സമയത്ത് ഭഗവാൻ ശിവനെ
സാക്ഷാൽ മഹാദേവനെ വിളിച്ച് ധ്യാനിക്കുന്നതും വളരെ നല്ലതാണ്. ശനിദോഷം മാറിക്കിട്ടും. ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ശനിദോഷ സമയത്ത് വളരെയധികം നല്ലതാണ്. ഒരു പരിധി വരെയും നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റിക്കിട്ടും. അതുപോലെ തന്നെ സാക്ഷാൽ ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ജയ ശ്രീരാം എന്നൊക്കെ എഴുതിയിടുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ശനിദോഷ സമയത്ത് ശിവഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും മുറുകെ പിടിച്ചുകൊള്ളുക. ഇത് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ ദോഷ സമയത്തെ ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. വളരെയധികം ഭാഗ്യവാനും ഭാഗ്യവതികളുമാകാനുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഭരണി ധരണി വാഴും എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളായിരിക്കും. സുഖലോലുപത നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരിക്കും നിങ്ങളിൽ കാണുന്നത്. ഇനി നിങ്ങളുടെ ഭാഗ്യ നിറം ഏതാണ്? ഈ ഭാഗ്യ നിറം ധരിച്ചുകൊണ്ട് നിങ്ങൾ മംഗളകാര്യങ്ങൾക്കോ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായി ഇറങ്ങുകയാണെങ്കിൽ അത് വളരെയധികം ശുഭകരമായി തന്നെ തീരും. വെള്ള, ചന്ദന നിറം, വെള്ള, ക്രീം കളർ എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യ നിറം. അതുകൂടാതെ നിങ്ങൾ മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മൃഗം ഏതാണ്? ആനയാണ് നിങ്ങളുടെ മൃഗം. നെല്ലിയാണ് നിങ്ങളുടെ വൃക്ഷം. മാത്രമല്ല, നക്ഷത്ര ദേവൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ദോഷ സമയത്ത് ദോഷകാരനായിട്ടുള്ള ദോഷങ്ങളെ മറികടക്കാനായി നമ്മൾ പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശിവഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ നിങ്ങൾ വിളിക്കുന്ന കൂട്ടത്തിൽ വിളിക്കേണ്ടുന്ന പ്രാർത്ഥിക്കേണ്ടുന്ന ദൈവമാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. നിങ്ങളുടെ നക്ഷത്രാധിപൻ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. യമനാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ യമദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ദോഷമൊക്കെ മാറിക്കിട്ടും. ഓം യമായ നമഃ. ഇതാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൂലമന്ത്രം. ഓം യമായ നമഃ. ഈ മന്ത്രം ഉരുവിട്ട് യമദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വരും. യമദേവൻ എപ്പോഴും നിങ്ങൾക്ക് തുണയായി തന്നെ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. വളരെയധികം ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ഒക്കെ ആയിത്തീരുന്ന നക്ഷത്രമാണ് ഭരണി.